UAEയിലെ മെഡിക്കൽ സൗകര്യങ്ങളിൽ ഒരു ഓൺലൈൻ സേവനമെങ്കിലും വേണമെന്ന നിബന്ധന വരുന്നു. ഈ വർഷം അവസാനത്തോടെയാണ് നിയമം പ്രാബല്യത്തിലാവുക. UAEയിലെ എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളിലും കുറഞ്ഞത് ഒരു ഓൺലൈൻ ആരോഗ്യ സേവനമെങ്കിലും നൽകണമെന്ന വ്യവസ്ഥ വരുന്നു. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൽ നടന്ന വിദൂര കോൺഫറൻസിൽ സംസാരിക്കവേ ഡിജിറ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സ്ട്രാറ്റജി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വിഭാഗം മേധാവി ഷെയ്ഖ് ഹസൻ അൽ മസൂരിയാണ് ഇക്കാര്യം അറിയിച്ചത്. രോഗികളെ ചികിത്സിക്കുക, മരുന്നുകൾ നിർദ്ദേശിക്കുക, രോഗികളെ നിരീക്ഷിക്കുക, റോബോട്ടിക് സർജറികൾ എന്നിവയിലേതെങ്കിലും ഓൺലൈനായി നൽകണമെന്ന വ്യവസ്ഥയാണ് വരിക. ആരോഗ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണെന്നും വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് 18 UAE. UAEയിൽ ഫെഡറൽ ജീവനക്കാർക്ക് വെള്ളിയാഴ്ചകളിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. UAE പ്രസിഡന്റിന്റേതാണ് നിർദ്ദേശം. റമദാനിൽ 70% ജീവനക്കാർക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യാമെന്ന് UAE പ്രസിഡന്റിന്റെ നിർദ്ദേശം. ബാക്കി 30% പേർ സൈറ്റിൽ ജോലി ചെയ്യണം. പൊതുവിദ്യാലയങ്ങളിലെയും സർവകലാശാലകളിലെയും വിദ്യാർത്ഥികൾക്കും സമാന ഇളവ് പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ചകളിൽ വിദൂര പഠനമാണ് വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകളെ ഇത് ബാധിക്കില്ല. റമദാനിൽ ജോലി സമയത്തിൽ ഇളവ് നൽകി നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. ഫെഡറൽ മന്ത്രാലയങ്ങളും അതോറിറ്റികളും ജീവനക്കാർക്ക് ആയാസരഹിതമായ ജോലിക്രമം നൽകണം എന്ന നിർദ്ദേശമാണ് നൽകിയിരുന്നത്. പ്രവൃത്തി സമയം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ ആയിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് അറിയിച്ചിരുന്നു. എന്നാൽ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് പ്രവൃത്തി സമയം ക്രമീകരിക്കാമെന്നും നിർദ്ദേശം വ്യക്തമാക്കുന്നു. ന്യൂസ് 18 UAE. UAEയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ഗ്ലോബൽ വില്ലേജിന്റെ റമദാനിലെ പ്രവർത്തന സമയത്തിൽ മാറ്റം. നോമ്പെടുക്കുന്നവർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 2 മണിവരെയാണ് ഗ്ലോബൽ വില്ലേജ് റമദാനിൽ പ്രവർത്തിക്കുക. നിലവിൽ വൈകിട്ട് 4 മണിക്കാണ് ഗ്ലോബൽ വില്ലേജ് തുറക്കുന്നത്. റമദാനിൽ പ്രത്യേക പരിപാടികളും ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട്. അറബിക് ഓർക്കസ്ട്രയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രധാന സ്റ്റേജിൽ എല്ലാ രാത്രിയിലും 2 തവണ അറബിക് ഓർക്കസ്ട്ര അവതരിപ്പിക്കും. 3500-ലധികം ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളിൽ പ്രത്യേക റമദാൻ വിഭവങ്ങളും അലങ്കാരങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്തവണ 2023 ഏപ്രിൽ 29 വരെയാണ് ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കുക. ന്യൂസ് 18 UAE. യുവ കലാസാഹിതി അബുദാബിയുടെ ആഭിമുഖ്യത്തിൽ യുവ കലാസന്ധ്യ 2023 സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച കേരള സോഷ്യൽ സെന്റർ അങ്കണത്തിലാണ് പരിപാടി അരങ്ങേറുക. യുവ കലാസന്ധ്യ മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുൻ MLA സത്യൻ മൊകേരിയും അബുദാബിയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് പിന്നണി ഗായിക രഞ്ജിനി ജോസും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും പ്രശസ്ത കൊമേഡിയൻ മഹേഷ് കുഞ്ഞുമോന്റെ ഹാസ്യപ്രകടനവും ഉണ്ടായിരിക്കും. യുവകലാസാഹിതിയുടെ സ്ഥാപക നേതാവും അബുദാബിയിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരുമായിരുന്ന മുഗൾ ഗഫൂറിന്റെ സ്മരണാർത്ഥം നൽകിവരുന്ന മുഗൾ ഗഫൂർ അവാർഡ് വേദിയിൽ വെച്ച് സൺറൈസസ് മെറ്റൽ ഫാബ്രിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ലൂയിസ് കുര്യാക്കോസിന് വിവിധ മേഖലകളിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ച് മന്ത്രി P. പ്രസാദ് സമ്മാനിക്കും. യുവകലാസന്ധ്യ 2023 സംഘാടക സമിതി ചെയർമാൻ റോയ് I. വർഗീസ്, ജനറൽ കൺവീനർ M. സുനീർ, യുവകലാസാഹിതി പ്രസിഡന്റ് സിദ്ദിഖ് മുഹമ്മദ്, ജനറൽ സെക്രട്ടറി മനു കൈനകരി, ജെമിനി ബിൽഡിംഗ് മെറ്റീരിയൽസ് മാനേജിംഗ് ഡയറക്ടർ ഗണേഷ് ബാബു, എവസേഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ MK സജീവ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജാസിർ സലിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് 18 അബുദാബി.